കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാം വർഷ എം.എഡ് വിദ്യാർത്ഥി നിതേഷ് യാദവാണ് മരിച്ചത്. ഉത്തർപ്രദേശിലെ ഗാസിപൂർ സ്വദേശിയാണ് ഇയാൾ. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മോർണിംഗ് ഷോയിൽ അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഈ വാർത്തയിൽ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഈ വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ വിദ്യാർത്ഥിയുടെ സ്വന്തം മുറിയല്ല, മറ്റൊരു സുഹൃത്തിന്റെ മുറിയിലാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഞായറാഴ്ച ആയതിനാൽ ഹോസ്റ്റലിൽ പൊതുവെ വിദ്യാർത്ഥികൾ കുറവായിരുന്നു. അങ്ങനെ ആളില്ലായിരുന്ന ഒരു മുറിയിലാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കൾ ഏറെ നേരം ഫോണിൽ ബന്ധപ്പെട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് അങ്ങനെ ഹോസ്റ്റലിലെത്തി നോക്കിയപ്പോഴാണ് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ച് നിലവിൽ വ്യക്തതയില്ല. ഉത്തർപ്രദേശ് ഗാസിപൂർ സ്വദേശിയാണ് നിതേഷ് യാദവ്. ഒന്നാം വർഷ എം.എഡ് വിദ്യാർത്ഥിയാണ്. 28 വയസ്സാണ്. ഇത് സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് ബേക്കൽ പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. എന്തായാലും ഈ മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ബന്ധുക്കൾ ഉൾപ്പെടെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എസ് കെ. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.